ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ ചെറിയൊരു ട്രിപ്പ് എന്നൊക്കെ പറയാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാമെന്ന് പറഞ്ഞല്ലോ, ഫ്രൈഡേ ആയിരുന്നു ഒന്ന്. ഫ്രൈഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു എവിടെ പോവും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളിപ്പോൾ കൊട്ടയം ഡ്രീംസ് മാളിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ആയ പെപ്പേ പ്ലാനറ്റിനെ കുറിച്ച്. അവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേയൊക്കെ പോയി. അപ്പം അവരൊക്കെ പറഞ്ഞ് നല്ല ഫണ്ണിയാണ്, ഓണം സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ കുറേ ഉണ്ട്, നല്ല രസമാണ് അവിടെ കളിക്കാനൊക്കെ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പറഞ്ഞു എൻ്റെ ഫാമിലി എടുത്ത് നമുക്ക് പോയാലോന്ന്. അപ്പോൾ അവരും യെസ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു സോക്സ് ഇട്ടിട്ട് വേണം കയറാൻ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലൂറസെൻ്റ് യെല്ലോ കളർ സോക്സ് തന്നു. ഞങ്ങളതൊക്കെ ഇട്ടു. ഞാൻ പോയ വെച്ച് പറയാണ്, വളരെ നിങ്ങൾ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൈഡാണ്. അവിടെ ഫുള്ള് നല്ല ഫണ്ണിയായിരുന്നു. പ്രത്യേകിച്ച് കസിൻസൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങളങ്ങോട്ട് എൻ്റർ ആയിട്ട് എൻ്റെ ഒത്തിരി കയറുമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അനുവിനെ വലിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആദ്യമേ ചാടി കളിക്കാമെന്ന്. അപ്പോൾ കയറുമ്പം ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതിങ്ങനെ ചട്ടി കയറുമ്പം ഞങ്ങൾ എന്തോത്തി കയറുന്നു വീണ്ടും കൺഫ്യൂഷനാണ്. പിന്നെ ഞങ്ങൾ ചാടി ഇങ്ങനെ പുൽച്ചാടി പോകുന്ന പോലെ ഇങ്ങനെ ഞാൻ ചാടിപ്പോയി. എന്നാലും നല്ല രസമായിരുന്നു. ഒറ്റ ചാടുമ്പോൾ തന്നെ നല്ല രീതിക്ക് കുതിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേറൊരു ഗെയിം കയറി. അതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട്. നമ്മളൊരു കളർ സെലക്ട് ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്ത കളർ വൈറ്റാണ്. അപ്പോൾ നമ്മൾ വൈറ്റിൽ കൂടെ മാത്രം ചവിട്ടി പോകണം. അതായിരുന്നു ഗെയിം. അങ്ങനെ ഞാൻ നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ചവിട്ടുമ്പോൾ തണിയും, പിന്നെ വീണ്ടും നമ്മൾ ചവിട്ടണം. അങ്ങനെ നല്ലൊരു രസമായിട്ടുള്ളൊരിതായിരുന്നു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചത്, ഇങ്ങനൊരു സ്ലൈഡ് ആണ് കിടക്കും. അതിനകത്തേക്ക് നമ്മളത് ഇങ്ങനൊരു ഉണ്ടാക്കത്ര സാധനമുണ്ട്. അതിനകത്ത് കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിടും. അപ്പോൾ ആശയ്ക്ക് പോകുന്നുണ്ടോ, എൻ്റെ ബ്രദർ പോകുന്നത് നോക്കിക്കാണും നിങ്ങൾക്ക്. കണ്ടു ഗൈസ്, ഞാനതിനകത്ത് കയറുന്നത് ഭയങ്കരമായിട്ട് പേടിയാവും. കുതിച്ച് വന്നിട്ട് അവിടെ സ്പോഞ്ചിനകത്ത് ബെഡിട്ടിട്ടുണ്ട്, അതിനകത്ത് വീഴത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നൊരു സൗണ്ട് ഉണ്ട്. എൻ്റെ പൊന്നു, വളരെ അത് എൻ്റെ അനിയൻ ആദ്യമേ നല്ല പേടിച്ചു. പിന്നെ അവന് ഇഷ്ടപ്പെട്ടപ്പം വീണ്ടും അതിനകത്ത് തന്നെ കയറി എത്ര വട്ടം അവൻ അങ്ങനെ കളിച്ചു എന്നറിയാം. പിന്നെ നമ്മളൊരു കാര്യമുണ്ട്, ഇവിടെ വന്നിട്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാം എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് ടോട്ടലി ഒരു തൃപ്തി വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാതായി പോവും. അടുത്ത കേസ് ഇത് കണക്കൊരു കുഴിയുണ്ട്. ആ കുഴി നിറച്ച് സ്പോഞ്ചൊക്കെ ഇട്ട് നടച്ചേക്കാണ്. നമ്മൾ പാലത്തിൽ പോകുമ്പോൾ നമ്മളെ കാല് തെറ്റിയ കുഴി വീണ് നമ്മളെ സ്പോഞ്ചിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. സർവൈവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് സർവൈവ് ചെയ്യണം. ഞാനാണെങ്കിൽ അങ്ങോട്ടും ചെന്ന് നിന്ന ഉടനെ എൻ്റെ ബ്രദർ എന്നെ ബാക്കിൽ നിന്ന് ഒന്ന് തള്ളി അങ്ങിടും. പിന്നെ എന്നെ രക്ഷിക്കാൻ പോലുമില്ല. പിന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞു എന്നെ രക്ഷിക്കണമെങ്കിൽ. പിന്നെ വേറൊരു സാധനം, ഇതാണ് സിസ്റ്ററാണ് ഈ കയറി പോകുന്നത്. സ്റ്റെപ്പ് ആക്കിയിരിക്കും. കാണുമ്പോൾ എന്താ എളുപ്പം, പക്ഷെ നല്ല പാടാണ് കേസ്. എന്നിട്ട് നമ്മൾ ആ മേലീനടുത്ത് ചാടണം കേസ്. ഞാനും വലിയ കാര്യത്തിൽ കയറി കേസ്. എനിക്കിതേ അടുത്ത സ്റ്റെപ്പിൽ നിന്ന് അങ്ങോട്ടൊരു മൂവ്മെൻ്റ് ഇല്ല. എനിക്ക് കണ്ണൊക്കെ എന്തോ തല കറങ്ങുന്നത്, അതൊക്കെ ഫുൾ കറങ്ങുന്നതൊക്കെ എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് അടുത്തതിനകത്തോട്ട് കയറാൻ പോകുന്നത്. അടുത്തതിനകത്ത് ഞാൻ കയറൂല കേസ്. എനിക്ക് ഒറ്റ കാലിങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചോണ്ട് എത്ര നേരം നിന്നറിയാം. എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. കയറിയവരെല്ലാം സമ്മതിക്കണം. അവരൊക്കെ എങ്ങനെ കയറുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചാടി. പിന്നെ അങ്ങ് ടോപ്പിൽ പോയിട്ട് ചാടുന്നൊരവസ്ഥ. എനിക്ക് ഇവിടെ നിന്ന് ചാടിയിട്ട് തന്നെ എന്തുമാത്രം പേടിയായെന്നറിയാം. ടോപ്പിൽ പോയിട്ട് ചാടുന്നവർ സമ്മതിക്കണം. അങ്ങനെ ഞാൻ ചാടിയിട്ട് വിദഗ്ധമായി ഞാൻ ഉമ്മിയെടുത്തേക്ക് ഓടി വന്നിട്ട് ഉമ്മി വളരെയധികം പാടായിരുന്നു എന്ന് പറയാണ്. നെക്സ്റ്റ് എൻ്റെ ബ്രദറാണ് കേസ് കയറുന്നത്. അവൻ എന്ത് കൂളായിട്ടാണ് കയറി പോകുന്നതെന്നുണ്ടോ. എനിക്ക് എങ്ങനെയാണ്, എനിക്ക് പറ്റൂല കേസ്. ഞാൻ ഭയങ്കര പേടിച്ചൂറിയാണ്.